എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും, ഇക്കഴിഞ്ഞ വിഷുവിൻ്റെ തലേന്ന് ആലപ്പുഴയിലെ ചേർത്തലയിലെ ഒരു ഹോട്ടൽ ശ്രീകൃഷ്ണൻ മന്തി കഴിക്കുന്നൊരു ഫോട്ടോ അവരുടെ സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെതിരെ സമൂഹത്തിൽ നിന്ന് ഹിന്ദുക്കളുടെ ഇടയിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. സംഘപരിവാർ അങ്ങനെയുള്ള സംഘടനകൾക്കിടയിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. അതിനുശേഷം ആ പോസ്റ്റ് പിൻവലിക്കുകയും പിന്നീട് ഈ ഹോട്ടലിന് ഉടമയായ സുഡാപ്പി മെഹർ എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്, അതിന് ഉടമയായ സുഡാപ്പി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഇത് അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്, ഒരു കയ്യബദ്ധമാണ്, ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതെങ്ങനെ അബദ്ധത്തിൽ കയ്യബദ്ധം പറ്റിപ്പോയതെന്ന്? അപ്പോൾ ഇതേ പോസ്റ്റ് തന്നെ കേരളത്തിലെ പല ഹോട്ടലുകളും അതായത് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൻ്റെ പേര് മാറ്റിയിട്ട്, മെഹർ എന്ന് പറയുന്ന പേര് മാറ്റിയിട്ട് അവരുടെ ഹോട്ടലിൻ്റെ പേര് വെച്ചിട്ട് പല സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വിവാദമായതിനു ശേഷം എല്ലാവരും പോസ്റ്റ് മുക്കി കണ്ടം വഴി ഓടുകയായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ഇതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഇതൊരു ടെസ്റ്റ് ഡോസാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 1990 കാശ്മീരിൽ നടന്ന അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസാണ്. ഇവരെന്താണ് ടെസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇത്ര നാളും സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞിട്ട് BJP-കാരെ അപമാനിച്ച ഇതേ സുഡാപ്പികൾ ഇപ്പോൾ നേരിട്ട് ഹിന്ദു ബിംബങ്ങളെയും ഹിന്ദു ആരാധന പാത്രങ്ങളെയൊക്കെ നേരിട്ട് ഇത്തരത്തിലേക്കുള്ള വിവാദങ്ങളിലേക്കും അതായത് അപമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു ടെസ്റ്റ് ഡോസാണ് ഈ ആലപ്പുഴയിലെ സുഡാപ്പി നടത്തിയത്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയാണ് ഏകദേശം കേരളത്തിലെ പല ഹോട്ടലുകാരും അവരുടെ ഇതേ കാർഡിൻ്റെ പേര് മാറ്റിയിട്ട് അവരുടെ പേര് വെച്ച് പോസ്റ്റ് ചെയ്തതും ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത്? അത് ഹിന്ദുക്കൾ എങ്ങനെ പ്രതികരിക്കും, ആരാണ് പ്രതികരിക്കാൻ മുന്നിൽ വരുന്നത് എന്ന് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നടപടി. ഇത് കയ്യബദ്ധമല്ല, ഇത് പർപ്പസ്ഫുള്ളി, അതായത് അവരുടെ ഒരു വലിയ, നേരത്തെ തന്നെ കണ്ടില്ലേ, അതായത് 2047 ഇന്ത്യയും കേരളവും ഈ സുഡാപ്പികൾ ഭരിക്കുമെന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രോജക്റ്റ് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെല്ലാം കുറേ വർഷങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ്, ഒരു സബ്സിഡറി ആയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അവർ അവതരിപ്പിച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു പോസ്റ്റർ, അതായത് പ്രതീഷ് വിശ്വനാഥൻ ഷെയർ ചെയ്തൊരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ആലപ്പുഴയിലെ ചേർത്തല അവിടെ നടന്ന മന്തി വിവാദം അതായത് അബദ്ധത്തിൽ പറ്റിയതല്ല, കയ്യബദ്ധമല്ല എന്ന് ശരിക്കും മനസ്സിലാക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. അത് പ്രതീഷ് വിശ്വനാഥാണ് ആ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കഥ പറയാണ്, മുമ്പ് നടന്നൊരു കഥ പറയാണ്. കാശ്മീരിലെ BJP അധ്യക്ഷനായിരുന്നു ടിക്കലാൽ ടപ്ലു. ഒരു അഭിഭാഷകൻ കൂടിയായിരുന്ന അദ്ദേഹം ശ്രീനഗറിലെ തൻ്റെ വീട്ടിൽ നിന്നും ഹൈക്കോടതിയിലേക്ക് പോകാനായി ഇറങ്ങുകയായിരുന്നു. ഒരു 60 അടി നടന്ന് കാണും ഏകദേശം അദ്ദേഹത്തിൻ്റെ മുന്നിൽ 3 ചെറുപ്പക്കാരെത്തി അദ്ദേഹത്തിൻ്റെ വഴി തടഞ്ഞു. നീയല്ലേ BJP നേതാവ്, ഇങ്ങൊന്ന് വന്നേ, നമുക്കൊന്ന് കാണണമെന്ന്. അന്തം വിട്ട് നിന്ന ടിക്കലാലിൻ്റെ നെഞ്ചത്തേക്ക് വെടിയുണ്ട പായിച്ചിട്ടാണ് ആ ചെറുപ്പക്കാർ ഓടിയത്. ഒരു BJP നേതാവിനെ പകൽ വെളിച്ചത്തിൽ ഇക്കണ്ട ജനങ്ങളൊക്കെ നോക്കി നിൽക്കെ വെടിവെച്ച് കൊന്ന വാർത്ത കാശ്മീരിൽ കാട്ടുതീ പോലെ പടർന്നു. കശ്മീരി ഹിന്ദുക്കൾ പച്ചക്കറി വാങ്ങുന്ന സ്ഥലത്തും ക്ഷേത്രങ്ങളിലും അയൽപക്കത്തും ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഞങ്ങളെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല, വേറെന്തൊക്കെയോ ആണ് ഇതിന് പിന്നിലെന്ന്. അങ്ങനെ 3 ആഴ്ച അങ്ങനെ കടന്നുപോയി. 3 ആഴ്ചകൾക്ക് ശേഷം കശ്മീരിലെ മഹാരാജ് ബസാറിൽ നിന്നായിരുന്നു അടുത്ത വാർത്ത. മുൻ കശ്മീരി ജഡ്ജിയായിരുന്ന നീൽകാന്ത് ഗഞ്ജുവിനെ ഇതുപോലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ പട്ടാപ്പകൽ വെടിവെച്ച് കൊലപ്പെടുത്തി. കശ്മീരി ഹിന്ദുക്കൾ വീണ്ടും ഞെട്ടൽ രക്ഷപ്പെടുത്തിയിട്ട് ഇത്തവണ വ്യത്യസ്തമായിട്ട് പറഞ്ഞു, മക്ബൂൽ ഭട്ടിന് വധശിക്ഷ കൊണ്ടല്ലേ പ്രശ്നമായത്, നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല ഇത് എന്ന്. നീൽകാന്ത് ഗഞ്ജു കൊല്ലപ്പെട്ടിട്ട് 1 മാസത്തിന് ശേഷം 1990 ജനുവരി 19 കശ്മീരിലെ ഉച്ചഭാഷണങ്ങളിൽ നിന്ന് സന്ദേശങ്ങൾ വന്നു തുടങ്ങി. നിമിഷ നേരം കൊണ്ട് തെരുവിൽ അണിനിരന്ന മതമൗലികവാദികൾ മതഭ്രാന്തിൻ്റെ ലഹരിയിൽ ഉച്ചത്തിൽ അലറി വിളിച്ച വാക്കുകൾ ഇവയായിരുന്നു: കഫീർ, ബൂത്ത് പരസ്തർ എന്നിവരെ ഇല്ലാതാക്കി കശ്മീർ ദാറുൽ ഇസ്ലാമാക്കുക. ബൂത്ത് പരസ്തർ എന്നാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ എന്ന്. ആ നിമിഷത്തിൽ മാത്രമാണ് കശ്മീരിലെ ഹിന്ദുക്കൾ ആ വലിയ സത്യം തിരിച്ചറിഞ്ഞത്. ടിക്കലാൽ ടപ്ലുവിൻ്റെ നീൽകാന്ത് ഗഞ്ജുവിൻ്റെ കൊലപാതകങ്ങൾ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു എന്നത്. എത്രത്തോളം കശ്മീരി ഹിന്ദുക്കൾ പ്രതികരിക്കും എന്നതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ്. കശ്മീരി ഹിന്ദുക്കളുടെ അവസ്ഥ പിന്നെ നടന്നത് ചരിത്രമാണ്. ഒരേ ആഘോഷത്തിൽ 4 പ്രധാന മന്തിക്കടകൾ കൃഷ്ണൻ മന്തി കഴിക്കുന്ന പോസ്റ്ററുകൾ ഇറക്കി എന്ന് പറയുമ്പോൾ അത് ഒരു അബദ്ധമാണെന്ന് തോന്നുന്നില്ല. ഒരാൾക്ക് അബദ്ധം പറ്റാം, 4 പേർക്ക് ഒരേ അബദ്ധം പറ്റുമോ? അപ്പോൾ ഇതൊരു ടെസ്റ്റ് ഡോസ് തന്നെയാണ്. ഇങ്ങനെയൊരു സംഭവം വന്നാൽ സാധാരണ ഹിന്ദുക്കൾ എത്രത്തോളം പ്രതികരിക്കും എന്ന് പരിശോധിക്കാൻ ആരുടെയൊക്കെയോ ടെസ്റ്റ് ഡോസ്. പതിവ് പോലെ ഇത് സംഘികളുടെ മാത്രം പ്രതിഷേധത്തിൽ ഒതുക്കിയാൽ ഇനി അങ്ങോട്ട് ഇത് സ്ഥിരം കലാപരിപാടികളാക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അടവെടുക്കാം. ഒരിടക്ക് എല്ലാ ഹൈന്ദവ ആഘോഷങ്ങളിലും ജാതി കയറ്റി ഹൈന്ദവ ബിംബങ്ങളുടെ പ്രാധാന്യത്തെ നശിപ്പിക്കുന്നത് എല്ലാം സ്ഥിരം പരിപാടിയായിരുന്നു. വിഷു ഹിന്ദുക്കളുടെ ആഘോഷമല്ല, ഓണം ഹൈന്ദവ ആഘോഷമല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിന് തിരിച്ചടി കിട്ടി തുടങ്ങിയപ്പോൾ ഇറക്കിയ അടുത്ത നമ്പറായിരിക്കാം ഇത്. പതിവ് പോലെ ഹിന്ദുക്കളുടെ കോമാളികൾ ഇത് ക്രിയേറ്റിവിറ്റി അല്ലേ എന്ന നിഷ്കളങ്ക പൗഡർ മോന്തയിൽ വാരിയിട്ട് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന മട്ടിൽ നിരസിച്ചിട്ടുണ്ട്.
പ്രതികരണമില്ലെന്ന് കണ്ടാൽ, ഒരുമയില്ലെന്ന് കണ്ടാൽ പിന്നീട് അവർ വിഗ്രഹാരാധകരോട് സംസാരിക്കുക ഉച്ചഭാഷിണികൾ കൂടിയായിരിക്കും. കാശ്മീരിലേതുപോലെ അത് മലയാളികൾ തിരിച്ചറിഞ്ഞാൽ മലയാളികൾക്ക് കൊള്ളാം. എപ്പോഴും ഓർക്കുക, ഭൂതകാല അനുഭവങ്ങളെ മറക്കുന്ന ജനതയ്ക്ക് ഭാവി ഉണ്ടാകില്ല എന്ന്. വളരെ സത്യനിർത്തമായ ഒരു പോസ്റ്റാണിത്. അതായത് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി കാശ്മീരിൽ നടന്ന അതേ സംഭവമാണ് കേരളത്തിൽ നടന്നത്. അതായത് ശ്രീകൃഷ്ണൻ മന്തി കഴിക്കുന്ന ഒരു പോസ്റ്റർ ഒരാളല്ല ഷെയർ ചെയ്തത്, അത് കേരളത്തിലെ പല സുഡാപ്പി ഹോട്ടലിന് ഉടമകളും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ വന്ന് മെഴുകുന്നതിന് അതിനർത്ഥമില്ല. കാരണം എന്ന് വെച്ചാൽ അത് പറഞ്ഞ അബദ്ധത്തിൽ പറ്റിയാണ്, കയ്യബദ്ധമാണ്. അത് ഒരിക്കലും അബദ്ധത്തിൽ പറ്റിയല്ല. ഈ പറഞ്ഞ ഈ ടിക്കാറാൻ ടപ്ലുവിൻ്റെയും നീൽഗഞ്ച് ഗഞ്ചുവിൻ്റെയും കഥ വെച്ച് 1990 കാശ്മീരിൽ അരങ്ങേറിയ അതേ അവസ്ഥയാണ് ഇപ്പോഴും കേരളത്തിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ പോസ്റ്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇത് നിഷ്കളങ്കമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. അതായത് സാധാരണ ആദ്യം പറഞ്ഞ മാതിരി ഇതിനെതിരെ ആദ്യം പ്രതികരിച്ചത് BJP പ്രവർത്തനവും സംഘപരിവാർ സംഘടനകളുമായിരുന്നു. ഓഫ് കോഴ്സ് അവരായിരുന്നു. പക്ഷെ അവർ പ്രതീക്ഷിച്ച ലെവലിൽ ഈ കാര്യങ്ങൾ നിന്നില്ല. അതായത് അതിനപ്പുറത്തേക്ക് പല പാർട്ടികളിൽ നിന്നും ആൾക്കാർ, ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ പ്രതികരിച്ചപ്പോഴാണ് പോലീസ് പോലും നടപടിയെടുത്ത്. ഇന്ന് വരുന്ന വാർത്ത, ഇന്ന് രാവിലെ വരുന്ന വാർത്ത, ഈ ഹോട്ടലിൻ്റെ മെഹർ എന്ന് പറയുന്ന ഹോട്ടൽ ഉടമയെ സുഡാപ്പിയെ പോലീസ് പൊക്കി എന്ന്, അതായത് ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തിയിട്ട് പോലീസ് പൊക്കി അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സമൂഹത്തിൽ നിന്ന് പാർട്ടിഭേദമന്യേ എല്ലാ കോണിൽ നിന്നും ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ പ്രതികരിച്ചപ്പോഴാണ് പോലീസിന് നടപടിയെടുക്കേണ്ടി വരുന്നത്. നേരെ മറിച്ച് സംഘപരിവാർ സംഘടനകൾ മാത്രമാണ് ഇതിനെതിരെ പ്രതിഷേധിച്ചെങ്കിൽ ഈ അറസ്റ്റ് നടക്കില്ല, ഒന്നും നടക്കില്ല. കുറച്ച് കാലം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും, അതവിടെ കെട്ടടങ്ങും. ഭാവിയിൽ എന്താ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഇവർ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും വരുമ്പോഴും ഇവിടുത്തെ നമ്മുടെ ഹിന്ദു ബിംബങ്ങളൊക്കെ പച്ചക്ക് അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഇത്തരത്തിൽ സമൂഹത്തിൻ്റെ മധ്യത്തിൽ പടച്ചു വിടുക ചെയ്യും. അതിന് ആരും ഒന്നും പറയില്ല. ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായിട്ട് വരില്ല, അവർക്കറിയാം. അതുകൊണ്ട് അവർ ചെയ്തിരിക്കും. പക്ഷേ ഇത് ശരിക്കും അവർക്ക് പാളിപ്പോയി. അതാണ് പറഞ്ഞത്, കാശ്മീരിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. കാശ്മീരി ഹിന്ദുക്കൾക്ക് അന്ന് ബോധമുണ്ടായിരുന്നില്ല, വെറും വില്ലേജ് ഉണ്ടായിരുന്നില്ല, പ്രതികരിച്ചിരുന്നില്ല. അന്ന് അവർ അവിടെ ഒറ്റക്കെട്ടായി പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് 1990 അവർക്ക് അവിടുത്തെ പണ്ഡിറ്റുകൾക്ക് പലായനം ചെയ്യേണ്ടി വരില്ല. അപ്പോൾ സമാനമായൊരു അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അതായത് നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും ഇത്തരം കാര്യങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. നോക്കൂ, ഇതിനെതിരെ നമ്മളെല്ലാവരും ഹിന്ദുക്കളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നപ്പോൾ അവർക്ക് ശരിക്കും മുട്ടുമടക്കേണ്ടി വന്നു. പോലീസിന് പോലും സർക്കാരിനും ഭരണകൂടത്തിന് പോലും മാറി നിൽക്കേണ്ടി വന്നു. ഇപ്പോൾ ഇത് സിനിമാ താരം ഉണ്ണിമുകുന്ദനെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഉണ്ണിമുകുന്ദൻ പ്രതികരിച്ചത്. അതായത് ഇത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, മറ്റുള്ളവരുടെ ഇമോഷൻസും മറ്റുള്ളവരെ അത്ര ബഹുമാനിക്കണം. ഇത് ചെയ്തത് ശുദ്ധ തമ്മാടിത്തരമായ തെണ്ടിത്തരമാണെന്ന തരത്തിലാണ്, അതായത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഉണ്ണിമുകുന്ദൻ കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ സമൂഹത്തിന് നാനാ തുറകളിൽ നിന്നും ഇതൊക്കെ ഈ ഒരു വിഷയം നോർത്ത് ഇന്ത്യയിലേക്ക് വലിയ രീതിയിൽ നോർത്ത് ഇന്ത്യൻ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൊക്കെ ഇത് പ്രചരിപ്പിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ പ്രചരിപ്പിക്കണം. അത് ഇതൊക്കെയാണ് കാശ്മീരിൽ സംഭവിച്ചത്. ഇത് കാശ്മീരിൽ, കേരളത്തിൽ മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് അവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കര വിജിലൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ആൾക്കാർക്ക് മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ എന്തിനായാലും ഇത്തരത്തിലുള്ള ഒരു വിഷയം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ തന്നെ എല്ലാം ഒറ്റക്കെട്ടായി നേരിട്ടില്ലെങ്കിൽ 1990-കളിൽ കാശ്മീരി പണ്ഡിറ്റുകൾ സംഭവിച്ച അവസ്ഥ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നടന്നേക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.